ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്ന ഒരു നാടൻ വിഭവം കേട്ടോ, മാമ്പഴ പുളിശ്ശേരി. അതിനായിട്ട് ഞാൻ ചെറിയ മാമ്പഴങ്ങൾ കിട്ടിയിട്ടുണ്ട് കേട്ടോ. മാമ്പഴ പുളിശ്ശേരിക്ക് പറ്റിയ ഒരു 4-5 എണ്ണം ഉണ്ട്. ഇത് ഞാൻ കഴുകി എടുക്കേണ്ടത്, നല്ലോണം കഴുകി എടുത്തിട്ടുണ്ട്. നമുക്കിതിൻ്റെ തൊലി കളഞ്ഞെടുക്കാം. മാമ്പഴത്തിൻ്റെ തൊലി ഇങ്ങനെ കളഞ്ഞെടുക്കാം കേട്ടോ. നല്ല മധുരമുള്ള മാങ്ങ ഉണ്ട്. ഇത് ചെറിയ തരം മാങ്ങയാണ് മാമ്പഴ പുളിശ്ശേരിക്ക് ഉപയോഗിക്കണം കേട്ടോ. ഞാൻ 7 മാങ്ങ ഇതുപോലെ തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പം മാമ്പഴങ്ങളുടെയൊക്കെ സീസണാണ്. ഇപ്പം എല്ലാവർക്കും ഇതുപോലെ മാങ്ങകളൊക്കെ, ഈ കുഞ്ഞു മാങ്ങയൊക്കെ കിട്ടുമ്പോൾ ഇതുപോലെ മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കി നോക്കണം കേട്ടോ എല്ലാവരും. ഇതിനായിട്ട് നമ്മൾ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻ നമുക്ക് ഇടാം കേട്ടോ. ഉപ്പ്, ആവശ്യത്തിന് ഉപ്പ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി, 2 പച്ചമുളക്. ചിലവർ പച്ചമുളക് തേങ്ങയുടെ ഒപ്പം അരക്കേ ചെയ്യാറ്. ഞാൻ ഇങ്ങനെയുണ്ട് പച്ചമുളക് ഇടാറ്. അതേപോലെ മിക്കവരും ശർക്കര ഇടുന്നതിൻ്റെ കൂടെ. ഇതിനകത്ത് ശർക്കര ആവശ്യമില്ല, നല്ല മധുരമുള്ള മാങ്ങയാണ്. അതുകൊണ്ട് ഞാൻ ശർക്കര ഇതിനകത്ത് ചേർക്കുന്നില്ല കേട്ടോ. ഇനി അല്പം ഇത് വേവാനുള്ള വെള്ളവും കൂടി ഒഴിച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. നമുക്ക് മാങ്ങ വേവുന്ന സമയം കൂടി അതിനകത്തേക്ക് ഒരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. ആ തേങ്ങയിലേക്ക് 1/4 ടീസ്പൂൺ നല്ല ജീരകം, ഒരു നുള്ളു മഞ്ഞൾപ്പൊടി വേണമെങ്കിൽ ഇട്ടത്. ഞാൻ മഞ്ഞൾപ്പൊടി വേവിക്കാൻ ഇട്ടിട്ടുണ്ട്, എന്നാലും ഞാൻ അല്പം ഇട്ടിട്ടുണ്ട്. ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ഇത് നല്ലോണം നമുക്കൊന്ന് ഫൈനായിട്ട് അരച്ചെടുക്കാം. മാങ്ങ വെന്തോന്ന് നോക്കാട്ടോ. അതേപോലെ തന്നെ മാങ്ങ ഇടക്ക് നോക്കണം. മാങ്ങ പെട്ടെന്ന് അടുക്കി പിടിക്കാൻ സാധ്യതയുണ്ട്. തൊട്ടി പിടിക്കും മാങ്ങ. അപ്പോൾ നമുക്കൊന്ന് ഇടക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഒരുവിധം വേവായിട്ടുണ്ട്. 2-3 മിനിറ്റ് കൂടി ഒന്ന് ഇരിക്കട്ടെ കേട്ടോ. മൂടിക്കൊടുക്കാം. നമുക്ക് മാങ്ങ വെന്തോന്ന് നോക്കാം കേട്ടോ. നല്ലോണം വെന്തിട്ടുണ്ട്. വെള്ളമൊക്കെ വറ്റി നല്ല കുറുകി, അരപ്പോലെ ചാറൊക്കെ നല്ലോണം കുറുകിയിട്ടുണ്ട് കേട്ടോ, വെള്ളം വറ്റി. നമുക്ക് ആ തേങ്ങയുടെ അരപ്പ് ഒഴിച്ചു കൊടുക്കാം. ഞാൻ തേങ്ങ നല്ലോണം പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. അരപ്പ് നമുക്ക് ഈ മാങ്ങയുടെ കൂട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു ടീസ്പൂൺ വെള്ളം ആ മിക്സിയുടെ ചാറൊന്ന് കഴുകി ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അല്ലാതെ വെള്ളം ഒഴിച്ചിട്ടില്ല. ഇനി തൈരും കൂടി ഒഴിക്കാനുള്ളത് നമുക്ക്. അത്രയും ലൂസായിരിക്കണ കറിയല്ലത്, ഇത്തിരി കട്ടി ആയിട്ടിരിക്കണ കറിയാണിട്ടത്. അരപ്പൊന്ന് വേവട്ടെ, ചെറുതായിട്ടൊന്ന് ചൂടാവട്ടെ. തേങ്ങരപ്പൊക്കെ നല്ലോണം ഒന്ന് വെന്തിട്ടുണ്ട് കേട്ടോ. പച്ചമണമൊക്കെ മാറി കിട്ടിയിട്ട് നമുക്കിനി കട്ടത്തൈര് ഞാനൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. അധികം പുളിയില്ലാത്ത തൈരാണ് കേട്ടോ. അതിനാവശ്യം അങ്ങനെയാണ്, അധികം പുളിയില്ലാത്ത തൈരാണ് ആവശ്യം. നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനൊരു കപ്പ് തൈര് എടുത്തിട്ടുണ്ട്. ഇനി അധികം തീ കത്തിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. തൈര് ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഗ്യാസ് ഓഫ് ചെയ്തേക്കണം കേട്ടോ. അല്ലെങ്കിൽ ആ മൺകലോണ് അതിൻ്റെ ആ ചൂട് തന്നെ ഉണ്ടാവും. ചെറുതായിട്ട് ഇള തന്നെ വന്നോളും. അപ്പം അല്ലെങ്കിൽ പിരിഞ്ഞു പോകും. അപ്പം നമുക്കിത് ഇറക്കി വെക്കാം. കറി താളിക്കാനായിട്ട് ഞാനൊരു ചട്ടി വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടായിട്ടുണ്ട് കേട്ടോ. നമുക്കിനി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നാടൻ കറിയൊക്കെ അല്പം വെളിച്ചെണ്ണ കൂടുതൽ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് കേട്ടോ. ഞാൻ 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുക് പൊട്ടിയിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി കറിവേപ്പിലയും വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. നമുക്കിനി കറിയിലേക്ക് ഇത് താളിച്ചൊഴിക്കാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മാമ്പഴ പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇപ്പോൾ മാങ്ങാ സീസണൊക്കെയാണ്. എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഓക്കെ, ബൈ.